കേരളത്തിന്റെ ദീർഘകാല ആവശ്യമായ എയിംസ് കൊരട്ടിയിൽ സ്ഥാപിക്കണമെന്ന ആവശ്യം വീണ്ടും ചർച്ചയാകുന്നു. 250 ഏക്കർ സ്ഥലം കൊരട്ടിയിൽ ലഭ്യമാണെന്നിരിക്കെയാണ് പഞ്ചായത്തും പൊതുപ്രവർത്തകരും ഈ ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കേരളത്തിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സ്ഥാപിക്കുന്നതിനായുള്ള ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ്. സ്ഥലം കണ്ടെത്തുന്നത് സംബന്ധിച്ച ചർച്ചകളാണ് പ്രധാനം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രസ്, വൈഗ ത്രെഡ്സ് കൊരട്ടി, തിരുമുടിക്കുന്ന ഗാന്ധിഗ്രാം ത്വക്കുരോഗ ആശുപത്രി എന്നിവിടങ്ങളിലായി 250 ഏക്കർ ഭൂമിയുണ്ട് കൊരട്ടിയിൽ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉടമസ്ഥതയിലുള്ളതാണിത്. 6 വർഷം മുൻപ് കൊരട്ടിയിൽ എയിംസ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടിക്കാരനായ ദിലീപ് നാരായണന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകൾ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. സുരേഷ് ഗോപി എയിംസിനായി ശ്രമങ്ങൾ ഊർജിതമാക്കുമെന്ന് വാഗ്ദാനം നൽകിയ സാഹചര്യത്തിൽ വീണ്ടും കൊരട്ടി ഗ്രാമപഞ്ചായത്ത് തന്നെ ആവശ്യമുയർത്തുകയാണ്. തൃശ്ശൂർ ജില്ലയ്ക്ക് അതൊരു കേന്ദ്രമന്ത്രി കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആ സാധ്യത കൂടി പ്രയോജനപ്പെടുത്താതെ അതോടൊപ്പം ഇന്ന് സംസ്ഥാന സർക്കാരും നിലവിലെ MP-മാരും എല്ലാവരും ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായി നമ്മുടെ കൊരട്ടിക്കകത്ത് നമ്മളെ സംബന്ധിച്ച് നാഷണൽ ഹൈവേയുടെ തൊട്ട് സമീപം, അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷൻ, അതോടൊപ്പം തന്നെ എയർപോർട്ട്, ഈ 3 സാധ്യതകളും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നമ്മൾ അതിന് അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നത് കൊരട്ടി മേഖല എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒത്ത നടുക്ക് കിടക്കുന്ന ഒരു മേഖലയാണ്, മധ്യഭാഗത്ത് കിടക്കുന്ന ഒരു മേഖലയാണ്. തൃശ്ശൂരിൽ നിന്ന് കേന്ദ്രമന്ത്രിയുണ്ട്, JP നദ്ദ വീണ്ടും ആരോഗ്യമന്ത്രിയായിട്ട് സ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കൊരട്ടിയിലെ എയിംസ് എന്നുള്ള ആശയം നമുക്ക് വീണ്ടും ഇവിടെ നടപ്പാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. എറണാകുളം ജില്ലയുടെ അതിർത്തി എന്ന നിലയിൽ ഇരു ജില്ലകളുടെയും സമഗ്ര വികസനത്തിനും സാധ്യതകൾ തുറക്കപ്പെടും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജനങ്ങൾക്ക് കേരളത്തിന്റെ മധ്യഭാഗം എന്ന നിലയിൽ കൊരട്ടി ഏറെ ഗുണകരമാകും. ഒപ്പം ദേശീയപാതയുടെയും അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെയും റെയിൽവേ സ്റ്റേഷന്റെയും സാമീപ്യം പഞ്ചായത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.